ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഡ്രിബിളിങ്ങിലെ നെയ്മർ ജൂനിയറുടെ മികവ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് സോഫാ സ്കോർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ഡാറ്റാ ബേസിൽ 2016 മുതലാണ് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ താരങ്ങളുടെ കണക്ക് ഇപ്പോൾ അവർ ശേഖരിച്ചിട്ടുള്ളത്. അതുപ്രകാരം ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കിയ താരം അത് മറ്റാരുമല്ല, നെയ്മർ ജൂനിയർ ആണ്. ഒന്നാം സ്ഥാനത്ത് നെയ്മർ ആണ് വരുന്നത്. 2017 എന്ന കലണ്ടർ വർഷത്തിലാണ് നെയ്മർ 335 ഡ്രിബിളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ലാമിൻ യമാലാണ് ഇപ്പോൾ വരുന്നത്. ഈ കലണ്ടർ വർഷത്തിൽ അഥവാ 2025 307 ഡ്രിബിളുകൾ ഇപ്പോൾ യമാൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു കലണ്ടർ വർഷത്തിൽ 300-ലധികം ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ രണ്ട് താരങ്ങൾ മാത്രമാണ് ഫുട്ബോളിൽ ഉള്ളത്. അത് നെയ്മറും മറ്റൊന്ന് യമാലുമാണ്. മെസ്സിക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത ഒരു നേട്ടമാണ് ഇത്. 2016 മുതലുള്ള ഒരു കണക്കാണ് ഇത്. അന്ന് മുതലാണ് ഈ കണക്കുകൾ അവർ ശേഖരിച്ച് തുടങ്ങിയിട്ടുള്ളത് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഇനി മൂന്നാം സ്ഥാനത്ത് മെസ്സി വരുന്നു. 2017 മെസ്സി 260 ഡ്രിബിളുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നാലാം സ്ഥാനത്ത് അഡമേ ട്രയോറ വരുന്നു. 2018 255 ഡ്രിബിളുകൾ അദ്ദേഹം പൂർത്തിയാക്കി. അഞ്ചാം സ്ഥാനത്ത് മെസ്സി തന്നെയാണ് വരുന്നത്. 2019 255 ഡ്രിബിളുകൾ പൂർത്തിയാക്കി. ആറാം സ്ഥാനത്തും മെസ്സിയാണ്. 2021 253 ഡ്രിബിളുകൾ. ഏഴാം സ്ഥാനത്ത് മെസ്സിയാണ്. 2020 246 ഡ്രിബിളുകൾ. എട്ടാം സ്ഥാനത്ത് ഈഡൻ ഹസാർഡ് വരുന്നു. 2019 236 ഡ്രിബിളുകളാണ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഒൻപതാം സ്ഥാനത്ത് അൽഫോൺസോ ഡേവിസ് 2021 232 ഡ്രിബിളുകൾ. പത്താം സ്ഥാനത്ത് മെസ്സി വരുന്നു. 2018 231 ഡ്രിബിളുകൾ. മെസ്സിയുടെ സർവാധിപത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 300-ൽ പരം ഡ്രിബിളുകൾ പൂർത്തിയാക്കാൻ 2016 ശേഷം മെസ്സിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു പട്ടികയിൽ ഭൂരിഭാഗം സ്ഥാനങ്ങളിലും നമുക്ക് മെസ്സിയെ കാണാൻ കഴിയും. അതേസമയം നെയ്മറുടെ 335 ഡ്രിബിളുകൾ എന്ന റെക്കോർഡ് ഇനി ആര് തകർക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.